റിപ്പോർട്ട് താങ്കളും വായിച്ചിട്ടുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ റിപ്പോർട്ടിലെ വാചകങ്ങളിൽ ഒന്ന്, ഈ പീഡനം നേരിടുന്ന പെൺകുട്ടികൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പോലും, അച്ഛനമ്മമാരോട് പോലും ഈ കാര്യം പറയാൻ ഭയപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവരും അവരുടെ ബന്ധുക്കളും അപായപ്പെടും, അത്രയും ശക്തിയുള്ള ആളുകളാണ് അപ്പുറത്ത് എന്നവർ ഭയപ്പെടുകയാണ് എന്ന് സർക്കാർ നിയോഗിച്ച ഹൈക്കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ജഡ്ജി അധ്യക്ഷയായ കമ്മീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം ഇരിക്കെ വളരെ വളരെ കുറച്ച് ആളുകളെ പുറത്തേക്ക് വന്ന് പരാതി പറയൂ. ബാക്കിയുള്ള ആളുകൾ ഈ കേസ് ഇത് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലും ഭയചകിതരാണ് എന്ന നിലയിൽ നമ്മൾ വളരെ വളരെ സൂക്ഷിച്ച് സ്റ്റേറ്റ് 100% ഇരയോടൊപ്പം നിന്ന് നീങ്ങേണ്ട ഒരു കേസല്ലേ ഇത്? അല്ല അഭിലാഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പം വായിക്കാത്ത മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ഇവിടെ പ്രതിപാദിച്ച കാര്യത്തിൽ 100% വസ്തുതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഈ വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കുകയും ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ഒരു വളരെ നേരിയ ഒരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ. 99% സിനിമാക്കാരും അങ്ങനെ പോകുന്നവരല്ല. സിനിമയുടെ അകത്തളങ്ങളിൽ മുൻകാലത്ത് നന്നായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിവില്ലെങ്കിൽ പോലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സിനിമയെ സംബന്ധിച്ചോളം നമ്മളൊരു പൊതുസമൂഹത്തിൽ നിന്ന് കാണുന്നതിനേക്കാൾ അപ്പുറമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ തനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ തൻ്റെ അവസരം നിഷേധിക്കപ്പെട്ടതിനെന്നുള്ള ഭയം ഇവരെ ഗ്രസിക്കാം പരാതികൾ പറയുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിന് തെളിവ് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. ഈ ദിലീപുമായിട്ട് വിഷയപ്പെട്ട ബന്ധത്തിൻ്റെ ശേഷം അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെയൊക്കെ മുമ്പിൽ ആ ചിത്രങ്ങളുണ്ട്. പക്ഷേ നിർഭയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു മാഫിയ വന്ന് അവരെ ശാരീരികമായിട്ട് തകർക്കുന്നോ കൊല്ലുന്നോ അല്ലെ അവരെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ പറയുന്നതിനകത്തൊന്നും 100% എനിക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ സമൂഹമൊന്നുമല്ല കേരളീയ സമൂഹം. അവർക്ക് അങ്ങനെ ഭയമുണ്ട് എന്നുള്ളതാണ് ശ്രീ റെജി ലൂക്കോസ് ആ കമ്മിറ്റിക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്ക് പേടിയാണ്, ആരോടെങ്കിലും പറയാൻ പേടിയാണ്, നിയമ പോരാട്ടത്തിന് പോകാൻ ഭയമാണ്. ഇപ്പൊ ദിലീപിന്റെ കേസിൽ 21 സാക്ഷികൾ, നമ്മളെല്ലാം അറിയുന്ന ചലച്ചിത്ര താരങ്ങൾ കൂറുമാറിയില്ലേ, പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ അവളെ എന്ന് പറഞ്ഞു എന്ന് പോലീസിന് മൊഴി കൊടുത്ത വനിതയായ നടി പോലും പിന്നീട് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റിയത് നമ്മൾ കേട്ടില്ലേ? ഇല്ല, അത് ഞാനത് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അഭിലാഷ് പറഞ്ഞ രീതിയിലല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ശാരീരികമായിട്ടുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് ആരെങ്കിലും ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ഇപ്പോൾ എത്ര പേര് ഇരിപ്പുണ്ട്, ഈ വിഷയത്തിൽ എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ചർച്ചയിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഈ കാര്യത്തിലൊക്കെ അവബോധമുള്ളവരാണ് നമ്മളെല്ലാവരും. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റുഡിയോയിൽ ഇറങ്ങി വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് സിദ്ദിഖ് നിയമത്തിന് കീഴടക്കുന്നു പറഞ്ഞതിന് പേരിൽ എന്നെ ആരെങ്കിലും പിടിച്ച് മുദ്രിക്കുന്നതും വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയൊന്നുമല്ല ഞാൻ. അങ്ങനെയൊന്നും ഭയന്നൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ പരിസ്ഥിതിക്ക് വേണ്ടി എന്തോരം ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ മാനിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് അങ്ങനെയാണെന്ന് പണ്ട് ഈ മാഫിയകളൊക്കെ എന്തെല്ലാം ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഭയക്കൊന്നും വേണ്ട കേരളത്തിൽ. അങ്ങനെയൊന്നും ഭയന്നൊന്നും കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അഡ്വക്കേറ്റ് മിനി ഇതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ഈ ദിലീപ് വിഷയത്തിൽ ഞാനും അവരും തമ്മിൽ വാക്പോര് വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെതായ വേർഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിലീപിനെ പോലെ കേരളം കണ്ട ഏറ്റവും വലിയ സമ്പന്നനും ശക്തനുമായൊരു നടൻ, അവർക്കെതിരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്താൻ മേലായിരുന്നോ? ഞാൻ പറഞ്ഞത്, ഞാനത് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞത്, അവരെ ഭീഷണിപ്പെടുത്തില്ല. അവരൊന്നും അങ്ങനെ ഭീഷണി പോകുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊന്നുള്ള അത്തരം ഭീഷണിയിലൊന്നും വലിയ കാര്യമില്ല. ഒരു കാര്യം ഞാൻ സംഭവിച്ചിരിക്കുന്നു, ഒരുപക്ഷെ ഈ പറയുന്ന നടിമാർക്ക് പരാതി പറയാൻ ഭയം ഉണ്ടായിരുന്നു. അത് സത്യം, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇത്തരം ചില ഭീതി അവരുടെ മനസ്സിലുണ്ടാകാം. കാരണം ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ ഒരു നടപടിയില്ല. അല്ലല്ല, ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അവസരം കുറച്ച് കിട്ടുള്ളൂ. രാഹുൽ കഴിഞ്ഞ് പറഞ്ഞോളൂ. ഒരു കാര്യം ഞാൻ പറയാം, അതിനൊക്കെയുള്ളൊരു അവസരമല്ലേ പെട്ടെന്നാണ് അതിനുള്ളൊരു അവസരമല്ലേ ഹേമ കമ്മിറ്റി കൊടുത്തത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്കകത്തിരിക്കുന്നത്. അവിടെ സിദ്ദിഖിന് നിയമത്തിന്റെ കീഴിൽ പൗരാവകാശ ബോധമുള്ള, മാനുഷിക ബോധമുള്ള, സാമൂഹിക ബോധമുള്ള ഒരാള് സിദ്ദിഖ് നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണമെന്ന് പറഞ്ഞാൽ സിദ്ദിഖ് എന്തായാലും ചെയ്യുന്നൊന്നും പേടിയൊന്നും അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാകത്തില്ല. അതൊക്കെ വെറുതെ